ഹായ് ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ UAE ലോട്ടറിയെ കുറിച്ചാണ്. UAE ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓതറൈസ്ഡ് ലോട്ടറി സെറ്റപ്പാണ് UAE ലോട്ടറി. അപ്പോൾ അതിൽ ഞാനും അടുത്ത് എല്ലാവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു. കാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ അതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ 1 മുതൽ 31 വരെയുള്ള കലണ്ടർ ഡേയ്സും അതുപോലെ തന്നെ 1 മുതൽ 12 വരെയുള്ള മാസങ്ങളുടെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കലണ്ടർ മന്തിൽ നിന്ന് നമ്മളൊരു 6 അക്കങ്ങൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ മാസവും 1 തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 6 ഡേയ്സും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് 10, 15, 7, 6, 3 അങ്ങനെയൊക്കെ ഒരു 6 ദിവസവും തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മന്ത് ഏതാണെന്ന് വെച്ചാൽ ജാനുവരി ആണെങ്കിൽ 1, ഫെബ്രുവരി ആണെങ്കിൽ 2, അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മാസവും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 50 ദിർഹംസാണ് ഇതിന് ചിലവ് വരുന്നത്. ഇതെല്ലാം ഒരുപോലെ വന്നാൽ എത്ര 100 കോടിയാണ് ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെയും പല പല സമ്മാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതും സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. അവസാനം ഒന്നും കിട്ടിയില്ല, 50 ദിർഹംസ് പോയി. ഈ ലോട്ടറി എടുപ്പിച്ച കൂട്ടുകാരെ കാണുമ്പോൾ മുങ്ങി നടക്കുകയാണ്. കാരണം അവർക്കും ഒന്നും കിട്ടിയില്ല, അവരെ പൈസയും പോയി. പിന്നെ വളരെയധികം സന്തോഷം തരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ആർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്നുള്ളതാണ്. ആർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. കാരണം ഇപ്പം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചൊരു ഇത് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും കിട്ടിയാൽ അതൊരു വിഷമാവില്ലേ. അതുകൊണ്ട് അതൊരു സന്തോഷമായി. അപ്പോൾ ലോട്ടറി എടുപ്പതോടുകൂടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ പലർക്കും 29,000 പേർക്ക് എന്തോ 100 ദിർഹംസ് അതൊക്കെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ലോട്ടറികൾ വളരെയധികം നല്ലതാണ്. ആരെങ്കിലും പിച്ചക്കാരനെ പണക്കാരനാക്കാനും സാധാരണക്കാരനെ ആ വലിയ നിലയിൽ എത്തിക്കാനും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എപ്പോഴും അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തയല്ല. കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്നവനെ സത്യം പറഞ്ഞാൽ ആ പൈസ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഒരുപാട് ഡേ ബൈ ഡേ അയാൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടും അല്ലേ. എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് കുറച്ച് പൈസ കയ്യിൽ വന്ന് വീഴുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ അയാൾ എന്ത് ചെയ്യും, എല്ലാത്തിലും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിലും എടുത്ത് ചിലവാക്കും. അത് ചെയ്യലാണ് പൊട്ടിപ്പൊളിഞ്ഞ അവസാനം അതൊരു ഇതില്ലാതായി പോകും. മാത്രമല്ല വിയർത്തുണ്ടാക്കുന്ന പൈസയ്ക്ക് വിലയുണ്ടാകത്തുള്ളൂ. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് പണക്കാരനാവാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന പൈസ 10 രൂപയാണെങ്കിലും അത് സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അതിന് വാല്യൂ കൂടുതലായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.